ഇന്ത്യ മഹാരാജ്യത്തിന്റെ നെറുകയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് വളരെ ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ മനോഹരമായൊരു സുദിനത്തിന്റെ നെറുകയിലുള്ളപ്പോൾ നാം ഏത് ലോകത്തായിരുന്നാലും നാം അതിനെക്കുറിച്ചൊന്ന് സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യേണ്ടത് രാജ്യസ്നേഹികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. അതിനേറ്റവും കൂടുതൽ ഇന്ത്യയുടെ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടവരാണ് നമ്മൾ. ഇന്ത്യ നമുക്ക് വികാരമാണ്. ത്രിവർണ്ണ പതാക നമുക്ക് വല്ലാത്ത ആനന്ദമാണ്. നാം ഏത് ലോകത്ത് ജീവിച്ചാലും എവിടെ മരിച്ചാലും നാം ഭാരതീയൻ, ഇന്ത്യ എന്നുള്ള ഒരു വികാരം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ഞാനീ നിൽക്കുന്ന മണ്ണ് അതിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇന്ത്യയുടെ സുൽത്താനുൽ ഹിന്ദ് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി സഞ്ചരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ തിരുനോട്ടമുള്ള ഒരു സദസ്സാണ്. 40 വർഷത്തിലധികമായി അവിടുന്ന് മനാമിൽ കാണിച്ചത് പ്രകാരം മഹാന്മാരുടെ പൊരുത്തം മുന്നിൽ വെച്ചുകൊണ്ട് സാധുക്കളായ ആളുകൾക്ക് അന്ന വിതരണം നടത്തുന്നു, കഞ്ഞി വിതരണം നടത്തുന്ന ഈ തമിഴ്നാട്ടിൽ ഇങ്ങനെ വേറൊരു സ്ഥലം ഇല്ല. നോർത്ത് ഇന്ത്യയിൽ ഹാജാത്തങ്ങളുടെ പറയപ്പെട്ട മജ്‌ലിസുണ്ട്. അവിടുത്തെ കഞ്ഞി പ്രശസ്തമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പക്ഷേ തെക്കേ ഇന്ത്യയിൽ ഒരുപക്ഷെ ഹാജാത്തങ്ങൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടാകണം 40 വർഷത്തിൽ 4 പതിറ്റാണ്ടിലധികമായി ഈ കഞ്ഞി വിതരണം, ഈ അന്ന വിതരണം ഇവിടെ നടക്കുകയാണ്. ആ ഒരൊറ്റ കാര്യം മതി ഈ സദസ്സ് മഖ്ബൂലാകാൻ. ഒരു ദിവസം മുടങ്ങാറില്ല. എന്നു മാത്രമല്ല, ഏർവാടി മണ്ണിലേക്ക് കടന്നു വന്ന് നാം എവിടെ പരിധി നോക്കിയാലും എല്ലാ ദിവസവും നടക്കുന്ന ഒരു മജ്‌ലിസ് ഇതല്ലാതെ വേറെ കാണൂല. നമ്മൾ ഏർവാടി സിയാറത്ത് ചെയ്യുന്നു, കീഴക്കരയിൽ പോകുന്നു, പല പരിസരങ്ങളിലും പോകുന്നു. പക്ഷെ ഇങ്ങനെ ഒരു മജ്‌ലിസ് കൃത്യമായി നിത്യമായി എല്ലാ സമയത്തും എല്ലാ ദിവസവും കൃത്യമായ ഒരു സമയത്ത് നടക്കുന്ന ഒരു മജ്‌ലിസ് ഇതല്ലാതെ വേറെ ഒന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.